വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നല്ല അടിപൊളി ഒരു ബാദുഷയാണ് കേട്ടോ, ഒരു സ്വീറ്റാണ്. അപ്പോൾ ദീപാവലിയൊക്കെ വരികയല്ലേ, അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് ഇതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട. അത് ബാദുഷ എങ്ങനെയാണ് ഉണ്ടാക്കണത്, അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കുഴയ്ക്കാൻ, മാവ് കുഴയ്ക്കാനൊക്കെ നമുക്കത് നോക്കാം. വരും. ഈ ബാദുഷ ഉണ്ടാക്കാനായി ഒരു സ്പൂൺ ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് ഒരു കപ്പ് പാല്, തേങ്ങാപ്പാൽ അല്ലെങ്കിൽ വെള്ളം, ഇതിൽ വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. എപ്പോഴും പറയാറുള്ള പോലെ 2 കപ്പ് മൈദ, അളവ് ഒരേ കപ്പായിരിക്കണം കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, പിന്നെ വെണ്ണ. നിങ്ങൾക്ക് വെണ്ണ ഇല്ലെങ്കിൽ എണ്ണ ഒഴിക്കുക കേട്ടോ. ഇളം ചൂടിലുള്ള എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഈ ഈസ്റ്റ് കലക്കിയ പാല് അല്ലെങ്കിൽ വെള്ളം ഏതാച്ചാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ കുറച്ചായി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കുഴച്ച് കഴിയുമ്പോൾ അതാ കണ്ടില്ലേ, ഇത് പാത്രത്തിലൊന്നും ഒട്ടിയേ പിടിക്കില്ല കേട്ടോ, നന്നായിട്ട് വരും. അപ്പോൾ നമ്മളതിനെ അതുപോലെ കുഴച്ചെടുത്ത് ഒരു 2-3 മണിക്കൂർ അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഓക്കെ, നല്ല സോഫ്റ്റ് ആവും. അതിനെ ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 2 കപ്പ് പഞ്ചസാര എടുത്ത് അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നന്നായി അലിയിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അതുപോലെ കിട്ടും. ഓക്കെ, ഒരു നൂല് പ്രായമൊന്നും ആവണ്ട കേട്ടോ. ഏകദേശം ഇതുപോലെ ഒന്ന് തിക്കനായാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യുക. പിന്നെ ഇതിൽ ഏലക്കയോ എസൻസോ അങ്ങനെ ഒറ്റ സാധനം ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഒരു പാനിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ ഏത് എണ്ണ യൂസ് ചെയ്യണോ അത് ഒഴിക്കുക. എന്നിട്ട് ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വേണ്ട കേട്ടോ, ഒന്ന് മീഡിയം ലോ ആക്കുക. എന്നിട്ട് അത് അവിടെ ഇരിക്കട്ടെ, ആവട്ടെ. അപ്പോൾ മാവ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളതിനെ വീണ്ടും ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് നമ്മൾ കയ്യിൽ ഒരു ഉരുളയാക്കി എടുക്കുക. അഥവാ നിങ്ങൾക്കൊന്ന് സ്റ്റിക്ക് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ കയ്യിൽ ഇത്തിരി എണ്ണ തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് നമ്മളതിനെ ഒന്ന് നടുവിലൊരു ഹോളിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സൈഡൊക്കെ നല്ല ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി നേരിട്ട് അങ്ങോട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഞാനിതിപ്പോൾ വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ഇതാ ഹോളിട്ട് കഴിഞ്ഞു. എന്നിട്ട് സൈഡൊക്കെ ശരിയാക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൽ ഒരു പ്ലേറ്റിലേക്ക് വെക്കുക. അങ്ങനെയും ചെയ്യുക കേട്ടോ. എന്നിട്ട് പ്ലേറ്റിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച ശേഷം അതിനെ ഒന്ന് ഹോൾ ചെയ്തിട്ട് നമ്മളതൊന്ന് സെറ്റാക്കിയിട്ട് അതിനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഓരോന്നും എന്താ അടുത്തത് ഒരെണ്ണം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് എണ്ണയിലിട്ടിട്ട് നമ്മൾ അതിനെ വറുത്തെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ എന്താ അറിയുമോ, പെട്ടെന്ന് കരിയും ചെയ്യും, ഉള്ളിൽ വേവുമില്ല. അതാ കണ്ടില്ലേ ബബിൾസ്. ഈ ബബിൾസ് ഒന്ന് അടങ്ങിയ ശേഷമേ നമ്മളത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതായി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് അങ്ങ് പാകിലിട്ട് കൊടുക്കുക കേട്ടോ. പാകിലിട്ട് കൊടുത്ത ശേഷം ആ പാകിൽ തിരിച്ചും മറിച്ചും ഇടുക, അല്ലെങ്കിൽ സ്പൂണ് കൊണ്ട് അതിൻ്റെ മേലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക. എങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും കാണിക്കുകയാണ്. ഓക്കെ, വീണ്ടും അതേ പ്രോസസ്സ് മാവ് കഴിയണ വരെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ഏകദേശം ഈ 2 കപ്പിന് നമുക്ക് ഏകദേശം ഒരു 18, ഈ സൈസിൽ ഒരു 18 ബാദുഷയോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരുപാട് പേരുണ്ട്, പുതിയ വ്യൂവേഴ്സ്, പ്ലസ് എൻ്റെ നോർമൽ സബ്സ്ക്രൈബേഴ്സ്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്യണം, ആളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഓരോ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത് അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നേരം ആ പാകിൽ വെക്കണം, പഞ്ചസാര ലൈനയിൽ കേട്ടോ. അത് വെക്കുമ്പോഴേ അത് ശരിക്കും ഉള്ളിലിറങ്ങി നല്ലോണം പിടിക്കുള്ളൂ. എന്നിട്ട് നമ്മൾ അതിനെ വേണമെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ചുകൂടി അങ്ങോട്ട്
ഇത് ഇട്ട് കൊടുക്കുക. അത് ഏകദേശം കുറച്ച് സമയം വെക്കണം. എൻ്റെ അറിവിൽ അടുത്ത ദിവസം കഴിക്കുകയാണെങ്കിൽ അത് ഉഗ്രനായിരിക്കും. അതിൽ നല്ലോണം ആ പഞ്ചസാര ഇതൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് നമ്മൾ ബദാമോ പിസ്തയോ അല്ലെങ്കിൽ കാഷ്യൂ നട്ടോ നിങ്ങൾക്ക് എന്താ നട്ട്സ് ഉള്ളത് വെച്ചാൽ അതിട്ടിട്ട് ദാറ്റ് ഈസ് ഓൺലി ഫോർ ദ ഡെക്കറേഷൻ. അതൊന്ന് അലങ്കരിക്കാൻ വേണ്ടി മാത്രമാണ്. അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. പക്ഷേ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കൂ. എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ശരിക്കും വന്നുവോ, നിങ്ങൾക്ക് എത്രണ്ണം ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതൊക്കെ കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാദുഷയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് റിലാക്സിങ് ടൈമാണ്. ഉണ്ടാക്കി ഉടനെ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊന്നും അത്രയ്ക്ക് അറിയില്ല നമുക്ക്. എന്താ വെച്ചാൽ ആ ബാദുഷയുടെ ഉള്ളിൽ നമ്മൾ ചക്കരപ്പാകൊക്കെ വെക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഉള്ളിലേക്ക് നന്നായി ഇറങ്ങണം. അപ്പോൾ അത് മെയിനായിട്ട് ഒരു അടുത്ത ദിവസം വരെ വെച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ ശരിക്കും. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.